തൃശൂരിൽ 20 കോടി തട്ടിപ്പ് നടത്തിയ ധന്യയ്ക്ക് കുഴൽപ്പണ ഇടപാടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. ഭർത്താവിന്റെ NRI അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുക. ധന്യയുടെ പേരിൽ മാത്രം 5 അക്കൗണ്ടുകളുണ്ടെന്നും ആകെ പണം കൈമാറ്റം നടന്ന 8 അക്കൗണ്ടുകളിലേക്ക് 8000 തവണ ഇടപാട് നടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 5 വർഷത്തിനിടെ 8 അക്കൗണ്ടുകളിലൂടെ നടന്നത് 8000 ഇടപാടുകളാണ്. ധന്യ മോഹനന്റെ പേരുള്ള എല്ലാ അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഭർത്താവ് ബസന്തിന്റെ അക്കൗണ്ടിലേക്കും മാതാപിതാക്കളുടെ അക്കൗണ്ടുകളിലേക്കും പണമിടപാട് നടന്നിട്ടുള്ളതിനാൽ അവരും പ്രതികളാവാനാണ് സാധ്യത. ഭർത്താവിന്റെ NRI അക്കൗണ്ടിലേക്ക് പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. അങ്ങനെയുണ്ടെങ്കിൽ അതിന് കുഴൽപ്പണക്കാരുടെ സഹായം സ്വീകരിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ അത്തരം ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വലപ്പാട് ആഡംബര വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ധന്യയുടെ താമസം. ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാൻ വ്യാജരേഖകളാണ് ഉപയോഗിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിയെടുത്ത തുകയിൽ വലിയൊരു പങ്കും ആഡംബര ജീവിതത്തിന് ചെലവഴിച്ചതിനാൽ 20 കോടി രൂപ മൊത്തമായും കണ്ടെത്തുക സാധ്യമല്ല. ഇത്രയും വലിയ തട്ടിപ്പ് ധന്യ ഒറ്റയ്ക്കാണോ നടത്തിയത് എന്നതിലും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം ധന്യയെ ചോദ്യം ചെയ്ത് വ്യക്തത വരുത്താനാണ് പോലീസ് നീക്കം. കെ അഖിൽ, മീഡിയ 1, തൃശൂർ.